everyone, welcome back to my channel. So guys, ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ വ്ളോഗിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവയാണ്. ഇപ്പതാ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങിയ സമയം ഏകദേശം ഒരു 2-2:30 ഒക്കെ ആയിരുന്നു. നമുക്ക് ഇവിടുന്ന് നേരെ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് അഞ്ജനയാണ്. അപ്പൊ അഞ്ജനയിലോട്ട് ഒരു 17 hours 55 minutes ആണ് ഇപ്പോ കാണിക്കുന്നത്. റീച്ചിങ് ടൈം 9:39 രാവിലെ 6 മണി കാൽക്കുലേറ്റ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഇത്രയും സമയം കാണിക്കുന്നുണ്ട്. ഇറങ്ങുന്ന സമയത്തും പ്ലാൻ ചെയ്യുന്ന സമയത്തും ആക്ച്വലി ഇത്രയും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോ 784 kilometers ആണ് അഞ്ജനയിലോട്ട്. പക്ഷെ ഞങ്ങൾ ഡയറക്റ്റ് പോകുന്നത് അഞ്ജനയല്ല, അഞ്ജന ലൊക്കേഷൻ ഇട്ട് പോകുന്നതേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന നമ്മുടെ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെഡിങ് കൊറിയോഗ്രഫി ഉണ്ട്. ഒരുപാട് വെഡിങ് കൊറിയോഗ്രഫി എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മന്ത് ഗോവയിൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് അവരുടെ ഫാമിലീസിന് വേണ്ടിയിട്ട് കുറച്ച് ഡാൻസ് പഠിപ്പിക്കാനും അവരൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യത്തിനൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോ വണ്ടിയിൽ ഇപ്പോ ഞാനുണ്ട്, റോഷൻ ചേട്ടനാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ സിസ്റ്റർ ഉണ്ട്, തച്ചോ അവളുണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ക്യാമറ വെക്കാൻ നേരത്തെ ഇവിടുന്ന് ഭയങ്കര വെയിലടിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട്. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോ കണ്ണൊന്നും അങ്ങനെ കറക്റ്റ് തുറക്കാൻ പറ്റുന്നില്ല. ഫുള്ള് ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ക്യാമറ എടുത്ത് നേരെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ കൂട്ടത്തിൽ ഇക്കയില്ല. ഇക്ക എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ ഇറങ്ങാന്നൊക്കെ ഉള്ള ഒരു പ്ലാൻ വന്ന സമയത്ത് പുള്ളിക്ക് എമർജൻസി ആയിട്ട് മുംബൈ വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ ഒരു ക്ലയന്റിനെ കാണണം. സോ ആള് ഒരു 12 മണിക്കത്തെ ഫ്ലൈറ്റിന് ഇവിടുന്ന് മുംബൈക്ക് പോയി. നാളെ രാവിലെ 4 മണി ആകുമ്പോഴേക്കും ഡയറക്റ്റ് അവിടുന്ന് എയർപോർട്ടിൽ വരും. അതാണ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞത്, നമുക്ക് 6 മണിക്ക് എത്തണമെന്ന്. അവിടുന്ന് 4 മണിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 hours ആളവിടുന്ന് ഡയറക്റ്റ് ഗോവ റീച്ച് ആവും. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്, ഗോവയിലെത്തും. പക്ഷെ നമ്മുടെ ടൈമിംഗ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ ഒരു ക്ലാഷ് വന്നിട്ടുണ്ട്. കറക്റ്റ് ഓൺ ടൈമിൽ എത്താൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ മാക്സിമം നമ്മൾ ചവിട്ടി പിടിക്കും. അപ്പോ ചേട്ടൻ മാത്രല്ല, പോണ വഴിന്ന് നമ്മുടെ ഒരാളെയും കൂടെ നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ രശാന്തേട്ടനെയും കൂടെ പോകുന്ന വഴിന്ന് നമുക്ക് എടുക്കണം. അപ്പൊ തൽക്കാലം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. പക്ഷെ ഒരു 1 hour കഴിയുമ്പോഴേക്കും ആളെയും കൂടി ഓൺ ദ വേ നമ്മൾ പിക്ക് ചെയ്യും. അപ്പൊ പിന്നെ ഇവർക്ക് 2 പേർക്കും മാറി മാറി ഡ്രൈവ് ചെയ്യാം. ഞാൻ വണ്ടി ഓടിക്കണോ? ഞാൻ വണ്ടി ഓടിച്ച് ഇപ്പോഴൊന്നും എത്തൂല, കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. പക്ഷെ ഞാൻ പഠിച്ചോടിക്കും. അപ്പോ ഈ ഒരു പ്രോഗ്രാം പക്ഷെ എനിക്ക് അവിടെ ചെല്ലുന്ന സമയത്തുണ്ടല്ലോ, ഈ തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ അത്രയും വീഡിയോസ് ഒന്നും എടുക്കരുത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് മന്ത് ആണ് അവരുടെ വെഡിങ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രാക്ടീസ് സെഷൻ, നമ്മുടെ കൊറിയോഗ്രഫി, ഇങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ തികച്ചും കോൺഫിഡൻഷ്യൽ ആയിട്ടും പ്രൈവറ്റ് ആയിട്ടുമാണ് അവർ ഈ ഒരു വെഡിങ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോസുകളൊന്നും റിവീൽ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പൊ അവിടെ കുറച്ച് സമയം നമുക്ക് തന്നിരിക്കുന്ന ടൈമിൽ നിന്നും കുറച്ച് സമയം നമ്മൾ ഫ്രീ ആയിട്ടുണ്ടാകും. അപ്പൊ ആ ടൈമിൽ എന്റെ മെയിൻ ഡയലോഗ്, വിശ്രമവേളകൾ ആനന്ദകരമാക്കാം. ആ സമയങ്ങളിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കവർ ചെയ്യണം, എൻജോയ് ചെയ്യണം. അപ്പൊ ഇതൊരു ട്രാവൽ വ്ളോഗും, നമ്മൾ ബൈ റോഡാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ട്രാവൽ വ്ളോഗും, പിന്നെ നമുക്ക് അവിടെ ഗോവയിൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ആ കിട്ടുന്ന കുറച്ച് സമയത്തിൽ എനിക്ക് എന്തൊക്കെ കോണ്ടന്റ് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മാക്സിമം ഞാൻ ട്രൈ ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ എന്തൊക്കെ വിഷ്വൽസുകളും എന്തൊക്കെ കാഴ്ചകൾ, പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് നോക്കാം എന്തൊക്കെയാകും, എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പോ once again welcome back to my YouTube channel Flavors and Frames by Tanu. ഒരു വ്ളോഗിന്റെ ഒരു സ്റ്റാർട്ട് വീഡിയോ ഒക്കെ എടുത്ത് വണ്ടി കിടന്ന അതേപടി ഞാൻ ഉറങ്ങിപ്പോയി. ഞാനപ്പോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു കൂടെ ഒരാളും കൂടി ഉണ്ടാകും എന്നുള്ളത്. ആള് കേറിയിട്ട് കുറെ നേരമായി, മണിക്കൂറുകളോളം കവർ ചെയ്തിട്ടുണ്ട്.
ആള് ഡ്രൈവ് ഒക്കെ ചെയ്തതാ. ഇപ്പൊ നല്ല ക്ഷീണിതനായി കിടന്നുറങ്ങണേണ്. ഞാൻ ലൈറ്റ് ഓൺ ചെയ്ത് ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. പുറകിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? പ്രശാന്തേട്ടൻ നല്ല ഉറക്കത്തിലാണ്. ഇതിപ്പോ എവിടെ എത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയ്ക്കൊരു 350 കിലോമീറ്റേഴ്സ് ഉള്ളൂ ഇപ്പൊ ഇവിടുന്ന്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ സമയം 2 മണിയായിട്ടുണ്ട്. അപ്പോ റോഡൊക്കെ നല്ല റോഡായി, നല്ല ഹൈവേ ആണ്, സ്ട്രെയിറ്റ് റോഡാണ്. പ്രത്യേകിച്ച് നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകം നല്ല കാഴ്ചകളൊന്നും നമുക്ക് ട്രാവൽ ചെയ്തപ്പോ അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. ഉണ്ടായിരുന്നോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ കുറച്ചു നേരം പ്രശാന്തേട്ടൻ ഡ്രൈവ് ചെയ്തു. ഇപ്പൊ അതെ എഗെയിൻ റോഷൻ ചേട്ടൻ തന്നെ പിന്നെയും ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന റോഡ് കാണിച്ചു തരാം. അങ്ങനെതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ റോഡ് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ 6 ലൈൻ ഹൈവേയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ റോഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹൈവേസ് കാണാറുള്ളത് നമ്മുടെ മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, തമിഴ്നാട്, ചെന്നൈ ഒക്കെ പോകുന്ന സമയത്തായിരിക്കും. കാരണം ബൈ റോഡ് ട്രാവൽ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെയൊക്കെ അറിയാൻ പറ്റും അത്. പക്ഷേ ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ ഇപ്പോൾ കേരളത്തിലും ഉണ്ട്. കാരണം ബൈ റോഡ് ട്രാവൽ ചെയ്യാനായിട്ട് വളരെ നല്ല ഹൈവേസ് ആണ്. വണ്ടി ഓടിക്കുന്നവർക്കും കൂടെ ട്രാവൽ ചെയ്യുന്നവർക്കും ഒരു തരത്തിലുള്ള ക്ഷീണമൊന്നും അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടറൊന്നും ചാടി നമുക്കധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കേരളത്തിലും ഇങ്ങനെയുള്ള കുറേ ഡെവലപ്മെൻറ്റ്സ് വന്നതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെ ഈസിയാണ്. അങ്ങനെ ഇതാ ഞങ്ങളിപ്പോൾ കേരള ബോർഡർ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ് നമ്മുടെ കർണാടക സ്റ്റേറ്റിലോട്ടാണ് ഇതാ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാലെടുത്ത് വെച്ച് ഇരിക്കുന്നത്. ആൻഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ടോള്. പിന്നെ ടോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ റീചാർജബിൾ ആയിട്ടൊരു ടോളിന് 100 രൂപയൊക്കെ വെച്ചിട്ടെടുക്കും. പക്ഷേ ഞങ്ങളൊരു ആനുവൽ ടോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇയർലി 3000 രൂപ കൊടുത്ത് ഞങ്ങൾ ടോൾ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ടോളുകളോളം നമുക്കിതിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓരോ ടോളിനും 15 രൂപ ആകെ ഇതിൽ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ബൈ റോഡ് ട്രാവൽ ചെയ്യുന്നവർ ഈ ഒരു മെത്തേഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകും. കേരള കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്? എഗെയിൻ 350. കുറച്ചു നേരം മുന്നേ നോക്കുമ്പോൾ, ഒരു അരമണിക്കൂർ മുന്നേ നോക്കുമ്പോഴും 350 കിലോമീറ്റേഴ്സ് ആണല്ലോ കാണിച്ചത്. അതല്ലേ. എന്തായാലും നമ്മുടെ റീച്ചിങ് ടൈം കാണിക്കുന്നത് 9 മണിയാണ്. ആൻഡ് 7 മണിക്കൂറും കൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എത്ര ടൈം കൊണ്ട് ഇവര് കവർ ചെയ്ത് എത്തിക്കും എന്നുള്ളത്. ലെറ്റ്സ് സീ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി 5 ലൊക്കേഷൻ ഇട്ട് വന്നിട്ട് പിന്നെ ഇക്കനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം എന്നൊക്കെ പ്ലാനായിരുന്നു. പക്ഷേ ഇപ്പം അവിടെ ഫ്ലൈറ്റ് വന്ന് 6 മണിക്ക് ആള് ലാൻഡ് ചെയ്തതാണ്. പക്ഷേ ആൾ അവിടെ നിന്നൊന്നുമില്ല. അവിടെ നിന്ന് നേരെ എന്തെന്നാണ് 2 വീലർ ടാക്സിയോ അതെന്തോ പിടിച്ച് മറ്റേ മഡ്ഗോവയിൽ എന്തോ വന്ന് നിന്ന്. അവസാനം ഞങ്ങൾ അവിടെ പോയിട്ടാണ് ആളെ പിക്ക് ചെയ്തിട്ട് വന്നത്. ഇപ്പം ഞങ്ങൾ നേരെ അഞ്ജന പോകുന്നു. അവിടെയാണ് നമ്മൾ
റൂം എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ നിയറസ്റ്റ് എന്തോ ആണ് നമുക്ക്. ഞാൻ പറഞ്ഞിരുന്നല്ലോ കൊറിയോഗ്രഫിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങോട്ട് നമ്മുടെ പോകാനുള്ള പ്ലേസും അതിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സമയങ്ങളിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസസിൽ പോകാം. മിക്കവർക്കും അറിയാൻ പറ്റും നമ്മൾ വന്നത് സൗത്ത് ഗോവയിലായിരുന്നു, പക്ഷെ നോർത്ത് ഗോവയിലാണ് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്സുകൾ, പാർട്ടീസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്നത് നോർത്ത് ഗോവയിലാണ്. അപ്പോൾ അഞ്ജുന അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. കിടന്നോ ആണുണ്ട് ചേട്ടൻ ശാന്തേട്ടനാണ് ഡ്രൈവ് ചെയ്തത്. ശാന്തേട്ടൻ ഹായ് പറയും. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഇതിപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗോവയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കേരളം കവർ ചെയ്ത് നേരെ കർണാടക ചാടി, കർണാടക ബോർഡറിൽ നിന്ന് നേരെ നമ്മൾ ഗോവ ബോർഡർ ചാടുമ്പോൾ സൗത്ത് ഗോവയിലാണ് നമ്മൾ ആദ്യം വരുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ട്രാവൽ ചെയ്ത് മിഡിൽ വരും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ പൊക്കോണ്ടിരിക്കുന്നത് നോർത്ത് ഗോവയിലോട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് സെൻട്രൽ ഗോവയാണ്. ആൻഡ് ഇതിനൊരു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ബ്രിഡ്ജ് കാണുന്നില്ലേ, ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഈ ബ്രിഡ്ജാണ് കേട്ടോ ഇന്ത്യയിൽ തന്നെയുള്ള ലോങ്ങസ്റ്റ് 3rd കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. മൂന്നാമതുള്ള ഒരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് ഇത്. ആൻഡ് ഇതിൻ്റെ പേര് വന്നിട്ട് അടൽ സേതു ബ്രിഡ്ജ് എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ ഇങ്ങനെ കാണാൻ തന്നെ ഇത് ശരിക്കും ഭയങ്കര ഭംഗിയായിരുന്നു. ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ പകല് കാണുന്നതിലും കൂടുതൽ ഇഷ്ടം നൈറ്റ് വ്യൂ ആണ്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും, കമ്പികളൊക്കെ വെച്ചിട്ട് ഇത് വലിച്ചു കെട്ടി നിർത്തിയിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഇത് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവരിത് പണിത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. ഞങ്ങളെല്ലാവരും ആ ഒരു സമയത്ത് ഉറങ്ങുവാണെങ്കിൽ തന്നെയും നമ്മൾ ചില കൗതുകമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോണ്ടി വിളിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ ഭയങ്കര ഫണ്ണായിട്ടൊക്കെ വണ്ടിയിലിരുന്ന് ഇതൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ഇതായത്. പിന്നെ നമ്മളിതായി ബ്രിഡ്ജിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ വേറെയും കുറേ പാലങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ ഈ ബ്രിഡ്ജിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് അപ്പുറം ഇപ്പുറം നമ്മുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് കടലാണ്. സെൻട്രിൽ കൂടിയാണ് ഈ ഒരു ബ്രിഡ്ജും റോഡൊക്കെ വരുന്നത്. കണ്ടില്ല റൈറ്റ് സൈഡ് ഒരു വലിയൊരു ഫ്ലാഗൊക്കെ. ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കണ്ടിരിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ ബ്രിഡ്ജിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ കസിനോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടലിൻ്റെ നടുക്കൊക്കെ ആയിരിക്കും ഈ ഒരു സംഭവം ഒരു അറേഞ്ച് ചെയ്തൊക്കെ. കണ്ടില്ലേ ആ ഷിപ്പ്, അതിൻ്റെ ഉള്ളിലാണ് കസിനോ ഉള്ളത്. ആണ് ജൂതാട്ടമാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പക്ഷെ നമുക്ക് ഗോവയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം. ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഫൈനലി വി റീച്ച്ഡ് ഇൻ ഗോവ. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഗോവയിൽ, നോർത്ത് ഗോവയിലാണ് നിൽക്കുന്നത്. ഞാൻ വണ്ടിയിലിരുന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഇക്കെ വിളിക്കാനായിട്ട് പോയത് സൗത്ത് ഗോവയിലായിരുന്നു. അവിടെയായിരുന്നു ആ ഒരു എയർപോർട്ട്. അപ്പൊ എയർപോർട്ടിന്റെ പേര് ഞാനിപ്പോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അത് കഴിഞ്ഞു അവിടെ നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്തിട്ടാണ് നമ്മള് നോർത്ത് ഗോവയിൽ വന്നത്. സൗത്ത് ഗോവയും നോർത്ത് ഗോവയും തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. ഒരു 1.5 മണിക്കൂറത്തെ ഒരു ട്രാവൽ ഉണ്ട്. പക്ഷെ കൂടുതലും പാർട്ടീസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ നോർത്ത് ഗോവയിലായിരിക്കും. എന്റർടൈൻമെന്റ്സ്, പിന്നെ ഈവനിങ്ങിലുള്ള കുറെ ആക്ടിവിറ്റീസ്, കസിനോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോർത്ത് ഗോവയിലായിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. സൗത്ത് ഗോവ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വെരി കാം ആൻഡ് ക്വയറ്റ് ആണ്. ഇപ്പൊ നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ ഫാമിലിയായിട്ട് വരാൻ പറ്റില്ലെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മൾ പബ്ബിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും നമുക്കങ്ങനെ ഇത്ര ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 18 years ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പെർമിഷൻ അല്ലെങ്കിൽ അതിനെ അവർ അലോ ചെയ്യുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അത്യാവശ്യം ഈ ട്രിപ്പ് വരാനൊക്കെ മൂടുള്ളവരൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് എവിടെയാണ്. പക്ഷെ സൗത്ത് ഗോവനെ സംബന്ധിച്ചിടത്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു പ്ലേസ് ആണ്. ഫാമിലീസിനൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ കൂടുതലും ബീച്ചുകളാണ് അവിടെ കൂടുതലുള്ളത്. നമുക്ക് ഇവിടെയും കുറെ ബീച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഞങ്ങൾക്കൊരു എത്തിയപ്പോൾ ഒരു 10 o'clock ഒക്കെ ആയി. ഒന്ന് ഈവനിങ്ങിൽ ഒന്ന് ജസ്റ്റ് പോയാൽ മതി. ജസ്റ്റ് ഞങ്ങളുടെ അടുത്ത് ഒന്ന് ഫാമിലീസ് നാളെ എപ്പോഴും ജസ്റ്റ് ഒന്ന് കൊറിയോ ചെയ്യാനായിട്ടുള്ള പർപ്പസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചധികം ഇന്ന് ഫ്രീ ആണ്. അപ്പൊ എത്രത്തോളം ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്യണം. എത്തിയിട്ട് കുറച്ച് ആയിട്ടേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോ എന്റെ ഈ ഫസ്റ്റത്തെ വീഡിയോ, അയ്യോ ഇതാണ് റിസോർട്ട്. ഞാൻ റിസോർട്ടിന്റെ കേസ് പറയാൻ പറഞ്ഞത്. ആക്ച്വലി ഇവിടെ ഞങ്ങൾക്ക് സ്റ്റേ ഉള്ളത് എപ്പോഴും ഗോവയിൽ വരുമ്പോൾ മിക്കപ്പോഴും സ്റ്റേ ചെയ്യാറുള്ളത് എവിടെയാണ്, ഇതൊരു അപ്പാർട്ട്മെന്റ് പോലെയാണ്. നമുക്ക്
ഒരു റൂമിൽ കുറച്ച് പേരെ ഇതാക്കി അങ്ങനെയൊന്നുമല്ല, നമുക്ക് കിച്ചൺ ഫെസിലിറ്റീസ് ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മളൊരു 3 days ഇവിടെ ആക്ച്വലി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്കിവിടെ ഇതാക്കാം. നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ്, ഞങ്ങളിങ്ങനെ സ്റ്റേ ചെയ്യുന്ന പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗോവയിൽ ഇങ്ങനെ സ്റ്റേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ ജസ്റ്റ് കമന്റ് എന്നും പറഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ, അല്ലെങ്കിൽ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ മാക്സിമം എന്താണ് ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കുറച്ചും കൂടെ ഈ കുക്ക് ചെയ്തിട്ടൊക്കെ കിച്ചൺ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ ഞാൻ കാണിക്കില്ല. തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ടയേർഡാണ്, കിടന്നൊന്ന് ഉറങ്ങണം, റെസ്റ്റ് ചെയ്യണം. എന്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ കയറിയപ്പോ എങ്ങനെയാണ് ഇരുന്നത്, ഇപ്പൊ എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ അങ്ങനെ പറഞ്ഞ് കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ ഓരോരോ ഡേറ്റ്സ് ആയിട്ട് ഇത് സെപ്പറേറ്റഡ് ആയിട്ട് ഇടാം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എനിക്ക് കൊറിയോഗ്രാഫീന്റെ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രാക്ടീസ് സെഷൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും നമുക്ക് അവിടുന്ന് പ്രഷർ ഉണ്ട്. അതങ്ങനെ ആർക്കും അങ്ങനെ വീഡിയോസ് ആയിട്ട് അങ്ങനെ എക്സ്പോസ്ഡ് ആക്കരുത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് തികച്ചും പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കും. അല്ലാതെ നമുക്കിവിടെ എന്തൊക്കെ പ്ലേസുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നൊക്കെയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ അതായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ stay tuned and see you. Bye.